ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് മെർക്കൻറ്റലിസം ആണ്. മെർക്കൻറ്റലിസം വാസ് എ ഡോമിനൻറ്റ് economic theory in Europe from the 16th to 18th century. It held that a nation's wealth and power depended on its stock of precious metals, especially gold and silver. To achieve this, countries aimed to maximize exports and minimize imports, often using tariffs, subsidies, and state control over trade. അപ്പോൾ നമ്മൾ പറയുന്നത് മെർക്കൻറ്റലിസത്തെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്, 16-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ട് മുതൽ 18 നൂറ്റാണ്ടുകൾക്കിടയിൽ യൂറോപ്പിൽ നിലവിൽ വന്നിരുന്ന ഒരു പ്രധാന സാമ്പത്തിക നയമായിരുന്നു മെർക്കൻറ്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ 16 to 18 സെഞ്ച്വറീസിൽ എന്താണ് യൂറോപ്പിൽ നിലവിലിരുന്ന ഒരു പ്രധാന എക്കണോമിക് തിയറി അല്ലെങ്കിൽ ഒരു ഡോമിനൻ്റ് എക്കണോമിക് തിയറി അല്ലെങ്കിൽ പ്രധാന സാമ്പത്തിക നയമാണ് എന്തെന്ന് പറയുന്നത്, മെർക്കൻറ്റലിസം എന്ന് പറയുന്നത്. It held that a nation's wealth and power depended on its stocks of precious metals, especially gold and silver. അപ്പോൾ എന്താണ്, ഒരു രാജ്യത്തിൻ്റെ സമ്പത്തും അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയും അളക്കുന്നത് അവരുടെ കൈവശമുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ അല്ലെങ്കിൽ തുടങ്ങി സ്വർണം വെള്ളി തുടങ്ങി വിലയേറിയ ലോഹങ്ങളുണ്ടല്ലോ, അവരുടെയൊക്കെ അതിൻ്റെയൊക്കെ ശേഖരം നോക്കിയിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ശേഖരം നോക്കിയിട്ടാണ് ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചിരുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന് സമ്പത്തും ശക്തിയും ഒക്കെ അളക്കുന്നത് എങ്ങനെയാണ്, അവരുടെ കൈവശമുള്ള സ്വർണം വെള്ളി ഗോൾഡും സിൽവറും അതുപോലെ പ്രീഷ്യസ് ആയിട്ടുള്ള ലോഹ മെറ്റൽസ് അല്ലെങ്കിൽ സ്റ്റോക്ക് മെറ്റൽസ് എത്രയുണ്ട് എന്ന് നോക്കിയിട്ട് അവരുടെ ശേഖരണം എത്രയുണ്ടെന്ന് നോക്കിയിട്ടാണ് രാജ്യത്തിൻ്റെ സമ്പത്തും ശക്തിയും അളക്കുന്നത്. To achieve this, countries aim to maximize exports and minimize imports, often using tariffs, subsidies, and state control over trade. അപ്പോൾ ഇത് പ്രവർത്തിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഇത് നേടുന്നതിനായിട്ട് രാജ്യങ്ങൾ കയറ്റുമതിയും അല്ലെങ്കിൽ എക്സ്പോർട്ട്സ് പരമാവധി കൂട്ടാനും ഇറക്കുമതി കുറയ്ക്കാനും ശ്രമിച്ചു. ഇതിനായിട്ട് ഉയർന്ന നികുതികൾ, സബ്സിഡികൾ, വ്യാപാരത്തിന്മേലുള്ള സർക്കാർ നിയന്ത്രണം ഇതൊക്കെ അവരുപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമൈസ് എക്സ്പോർട്ട്സ് മാക്സിമൈസ് ചെയ്യുന്നു, ഇമ്പോർട്ട്സ് മിനിമൈസ് ചെയ്യുന്നു, താരിഫ്സ് യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ സബ്സിഡീസ് ഉപയോഗിക്കുന്നു, വ്യാപാരത്തിന്മേലുള്ള സർക്കാർ നിയന്ത്രണമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മെർക്കൻറ്റലിസം എന്ന് പറയുന്നത് യൂറോപ്പിലെ 16-18 നൂറ്റാണ്ടുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു ഡോമിനൻ്റ് എക്കണോമിക് തിയറി അല്ലെങ്കിൽ സാമ്പത്തിക നയമാണ്, ഒരു പ്രധാന സാമ്പത്തിക നയമായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പവറും വെൽത്തും ഒക്കെ എന്താണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ രാജ്യത്തിൽ എത്ര കളക്ഷൻ ഗോൾഡ് ഉണ്ട്, വെള്ളിയുണ്ട് അല്ലെങ്കിൽ സിൽവർ ഉണ്ട്, അതുപോലെ തന്നെ പ്രീഷ്യസ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെ ശേഖരണമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടാണ് ഒരു രാജ്യത്തെ അത് സമ്പത്തുള്ള രാജ്യമാണ്, അതിൽ പവറുള്ള രാജ്യമാണെന്ന് തീരുമാനിക്കുന്നത്. ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രീസ് കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിട്ട് ഇമ്പോർട്ടുകൾ കുറയ്ക്കുന്നു, അതുപോലെ തന്നെ താരിഫ്സും സബ്സിഡീസും അതുപോലെ തന്നെ സർക്കാർ നിയന്ത്രണമുള്ള വ്യാപാരത്തിന്മേലുള്ള നിയന്ത്രണമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. അടുത്ത നോക്കാം, ഫീച്ചേഴ്സ് ഓഫ് മെർക്കൻറ്റലിസം ആണ്. മെർക്കൻറ്റലിസത്തിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഗോൾഡ് അക്യുമുലേഷൻ. Nations viewed gold as protection against invasions and a symbol of national strength. Gold accumulation reflected a nation's wealth and power in the mercantile system. അപ്പോൾ ഗോൾഡ് അക്യുമുലേഷൻ ആണ് ആദ്യത്തെ സവിശേഷത പറയുന്നത്, സ്വർണ്ണ ശേഖരിക്കൽ. അപ്പോൾ അധിനിവേശങ്ങളിൽ നിന്നുള്ള സുരക്ഷയും രാജ്യത്തിൻ്റെ ശക്തിയുടെ പ്രതീകവുമാണ് രാജ്യങ്ങൾ സ്വർണ്ണത്തെ കണ്ടിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ രാജ്യത്തെ പിടിച്ചെടുക്കാനും അതുപോലെ തന്നെ ആ രാജ്യത്തെ സംരക്ഷിക്കാനും രാജ്യത്തിൻ്റെ ശക്തിയുടെ പ്രതീകമാകാനും ഒക്കെ ആ രാജ്യങ്ങൾ എന്തിൻ്റെ തുണ നേടിയിട്ടുണ്ട്, സ്വർണത്തിൻ്റെ തുണ നേടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന് സ്വർണം ഉണ്ടെങ്കിൽ അത് സമ്പത്തുള്ള രാജ്യമാണ്, ആ രാജ്യത്തിൻ്റെ ശക്തി കൂടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് കൂടുതലും ഒരു നാഷണൽ സ്ട്രെങ്ത് തന്നെയാണ് ഈ ഗോൾഡ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഗോൾഡ് അക്യുമുലേഷൻ റിഫ്ലക്റ്റഡ് എ നേഷൻസ് വെൽത്ത് ആൻഡ് പവർ ഇൻ ദ മെർക്കൻറ്റൈൽ സിസ്റ്റം. അപ്പോൾ ഈ വ്യവസ്ഥിതിയിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പത്തും കരുത്തും അളന്നിരുന്നത് അവരുടെ കൈവശമുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, സ്വർണത്തിൻ്റെ ശേഖരം നോക്കിയിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്തത്, ഫേവറബിൾ ട്രേഡ് ബാലൻസ്. മെർക്കൻറ്റലിസ്റ്റ് ബിലീവ്ഡ് ഇൻ മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് ട്രേഡ് ബാലൻസ് ടു അക്യുമുലേറ്റ് വെൽത്ത്.
ദിസ് പോളിസി എയിംഡ് അറ്റ് എൻഹാൻസിങ് നാഷണൽ വെൽത്ത് ബൈ എക്സ്പോർട്ടിംഗ് മോർ ആൻഡ് ഇമ്പോർട്ടിംഗ് ലെസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേവറബിൾ ട്രേഡ് ബാലൻസ്, അനുകൂലമായ വ്യാപാര സന്തുലനാവസ്ഥയായിരുന്നു. എന്ന് വെച്ചാൽ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് എപ്പോഴും ലാഭകരമായ ഒരു വ്യാപാര രീതി നിലനിർത്തണമെന്നാണ് ഈ മെർക്കന്റലിസ്റ്റ് വിശ്വസിച്ചിരുന്നത്. അപ്പം സമ്പത്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ അക്യുമുലേറ്റ് വെൽത്ത് ശേഖരിക്കണമെങ്കിൽ ഒരു പോസിറ്റീവ് ട്രേഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്ന് മെർക്കന്റലിസ്റ്റ് ബിലീവ് ചെയ്തു അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നു. മറ്റു രാജ്യങ്ങൾക്ക് അതുകൊണ്ടാണ് അവർ പറയുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് കൂടുതൽ സാധനങ്ങൾ കയറ്റി അയക്കുകയും എക്സ്പോർട്ട് ചെയ്യുകയും പുറത്തു നിന്ന് കുറച്ച് മാത്രം സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുന്നതായിരുന്നു ഈ നയത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പോസിറ്റീവ് ട്രേഡ് ബാലൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇവർ എയിം ചെയ്തേക്കുന്ന ഈ പോളിസി എങ്ങനെയാണ്? എൻഹാൻസിങ് നാഷണൽ വെൽത്ത് ബൈ, എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യേണ്ട നാഷണൽ വെൽത്ത്? എന്തിലൂടെയാണ്? എക്സ്പോർട്ടിങ് മോർ, കൂടുതൽ കൊടുക്കണം അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യണം, കുറച്ച് ഇറക്കുമതി ചെയ്യണം. അപ്പോഴാണ് സമ്പത്ത് കൂടുന്നത് എന്ന് അവർ മനസ്സിലാക്കി. അടുത്ത സവിശേഷത നമുക്ക് നോക്കാം. കൊളനൈസേഷൻ. മെർക്കന്റലിസം വാസ് ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് കൊളോണിയൽ എക്സ്പാൻഷൻ. Colonies were exploited for raw materials, wealth transfer to the mother country. Colonies served as a source of wealth and captive market for the colonial powers. അപ്പം എന്താണ് കോളനിവൽക്കരണം അല്ലെങ്കിൽ കൊളോണൈസേഷൻ ആണ് നമ്മൾ പറയുന്നത്. അതായത് ഈ മെർക്കന്റലിസം എന്ന് പറയുന്നത് മെർക്കന്റലിസം നയം എന്ന് പറയുന്നത് രാജ്യങ്ങൾ കീഴടക്കുന്നതുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കൊളോണിയൽ എക്സ്പാൻഷനുമായിട്ട് കൂടുതലായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ മെർക്കന്റലിസം എന്ന് പറയുന്നത്. അതായത് രാജ്യങ്ങൾ കീഴടക്കുന്നതുമായി വളരെയധികം ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാന രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ മദർ കൺട്രി എന്ന് പറഞ്ഞാൽ പ്രധാന രാജ്യത്തെയാണ് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ റോ മെറ്റീരിയൽസ് ചൂഷണം ചെയ്യാനും സമ്പത്ത് കടത്താനുമാണ് ഈ കോളനികൾ ഉപയോഗിച്ചിരുന്നത്. കോളനികൾ ഒരു സമ്പത്തിൻ്റെ ഉറവിടമായും ആധിപത്യം സ്ഥാപിച്ച രാജ്യങ്ങൾക്ക് സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള സ്വന്തം വിപണിയായും പ്രവർത്തിച്ചു. അതായത് ഈ മദർ കൺട്രീസിനെ മദർ കൺട്രീസിന് ആവശ്യമായിട്ടല്ല, അല്ലെങ്കിൽ പ്രധാന രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കോളനീസ് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ മദർ കൺട്രീസിന് റോ മെറ്റീരിയൽസ് ചൂഷണം ചെയ്യാനും സമ്പത്ത് കടത്താനും വേണ്ടിയിട്ടാണ് ഈ കോളനികൾ ഉപയോഗിച്ചിരുന്നത്. അതായത് കോളനികൾ ഒരു സമ്പത്തിൻ്റെ ഉറവിടമായിരുന്നു. ഒരു വെൽത്തിൻ്റെ ഒരു സോഴ്സ് ആയിരുന്നു കോളനികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആധിപത്യം സ്ഥാപിച്ച കുറച്ച് രാജ്യങ്ങളുണ്ട്, അതിന് സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള സ്വന്തം വിപണിയായിട്ടാണ് ഈ കോളനീസ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ കൊളനൈസേഷൻ എന്ന് പറയുന്നത് ഈ കൊളോണിയൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ രാജ്യങ്ങൾ കീഴടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം മെർക്കന്റലിസം. കോളനീസ് ഈ റോ മെറ്റീരിയൽസ് ചൂഷണം ചെയ്ത് വെൽത്തും ചൂഷണം ചെയ്ത് മദർ കൺട്രിയിലേക്ക് കൊടുക്കാനാണ് ഈ കോളനീസിനെ അന്ന് ഉപയോഗിച്ചിരുന്നത്. അപ്പം മറ്റുള്ള രാജ്യങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരുടെ റോ മെറ്റീരിയൽസും വെൽത്തും എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്ത് ചൂഷണം ചെയ്ത് ഈ കോളനീസ് ചൂഷണം ചെയ്തെടുത്തിട്ട് മദർ കൺട്രീസിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോളനീസിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കോളനീസ് വെൽത്തിൻ്റെയും അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെയും സോഴ്സായിട്ടാണ് ഈ കോളനീസ് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്വന്തം വിപണിയായിട്ട് വിറ്റഴിക്കാനുള്ള വിപണിയായിട്ടും സാധനങ്ങൾ സ്വന്തം വിപണിയായും വിറ്റഴിക്കാനുള്ള വിപണിയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് കോളനീസ്. അതുപോലെ തന്നെ സമ്പത്തിൻ്റെ ഉറവിടമായിട്ടും കോളനീസ് സെർവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് സ്റ്റേറ്റ് മോണോപോളീസ് ഓവർ കോളനി ട്രേഡ് കൺട്രോൾ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ടു ദ മദർ കൺട്രി. അപ്പോൾ സർക്കാർ കുത്തകകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് മോണോപോളീസിൽ പറയുന്നത് ഈ കോളനികളുമായിട്ടുള്ള വ്യാപാരത്തിന്മേൽ സർക്കാരിനുള്ള കുത്തക അവകാശം വഴി പ്രധാന രാജ്യത്തുകളിലുള്ള കയറ്റുമതിയും ഇറക്കുമതിയും നിയന്ത്രിക്കപ്പെട്ടു. അപ്പോൾ ഈ സർക്കാർ ഈ കോളനികളുമായിട്ടുള്ള വ്യാപാരത്തിന്മേൽ സർക്കാരിന് കുത്തക അവകാശമുണ്ട്. അതുവഴിയിട്ട് അപ്പോൾ ഈ കോളനിയുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിന് കുത്തക അവകാശമുണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് മോണോപോളിസീസ് ഉണ്ട് കോളനിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ അവകാശം വഴി പ്രധാന രാജ്യത്തെ നമ്മൾ പറഞ്ഞു മദർ കൺട്രിയിലേക്കുള്ള കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ കൺട്രോൾ ചെയ്യപ്പെട്ടു. ദ സ്റ്റേറ്റ്സ് മോണോപോളി വാസ് എ വേ ടു എൻഷുർ വെൽത്ത് റിമെയിൻ വിത്ത് ദ നേഷൻ. അപ്പം പറയുന്നത് സമ്പത്ത് എപ്പോഴും സ്വന്തം രാജ്യത്തിനുള്ളിൽ തന്നെ നിലനിൽക്കുന്നു എന്നുറപ്പാക്കാനുള്ളൊരു മാർഗ്ഗമായിരുന്നു ഈ സർക്കാർ കുത്തക എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം രാജ്യത്ത് തന്നെ ഈ വെൽത്ത് എല്ലാം നിൽക്കുന്നുണ്ടെന്നുള്ള ഒരു ഒരു വഴിയായിരുന്നു പറയുന്നത് ഈ സ്റ്റേറ്റ് മോണോപോളി അല്ലെങ്കിൽ ഒരു മാർഗ്ഗമായിരുന്നു ഈ സ്റ്റേറ്റ് മോണോപോളി എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം രാജ്യത്ത് തന്നെ ഈ സ്വന്തം രാജ്യത്ത് തന്നെ സമ്പത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു
എന്ന് ഉറപ്പാക്കാനുള്ളൊരു മാർഗ്ഗമായിരുന്നു ഈ സ്റ്റേറ്റ് മോണോപോളി എന്ന് പറയുന്നത്. അടുത്ത നോക്കാം. പ്രൊട്ടക്ഷനിസം. Mercantilist policies promoted protectionism, aiming to protect domestic industries from foreign competition. High tariffs and imports restrictions were implemented to limit imports and encourage domestic production. അപ്പോൾ എന്താണ് പറയുന്നത്? സംരക്ഷണവാദം അല്ലെങ്കിൽ പ്രൊട്ടക്ഷനിസം എന്താണ് പറയുന്നത്? അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫോറിൻ കോമ്പറ്റീഷൻസിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫോറിൻ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരത്തിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് നമ്മുടെ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് എന്ത് ചെയ്യുക, നാട്ടിലെ വ്യവസായങ്ങളെ സംരക്ഷിക്കുക എന്നതായിരുന്നു ഈ നയത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഈ ഫോറിൻ കൺട്രീസിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരത്തിൽ സ്വന്തം നാട്ടിലെ വ്യവസായങ്ങളെ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതായിരുന്നു ഈ നയത്തിൻ്റെ ഈ നയത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനായിട്ട് ഈ വിദേശ സാധനങ്ങൾ വരുന്നത് തടയാൻ ഉയർന്ന നികുതികളും കർശനമായ ഇറക്കുമതി നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. ഇത് നാട്ടിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. അപ്പോൾ എന്തായിരുന്നു ഈ പ്രൊട്ടക്ഷനിസം കൊണ്ടിട്ട് ഈ വിദേശ രാജ്യങ്ങളിലെ കോമ്പറ്റീഷൻസ് സ്വന്തം നാട്ടിലെ വ്യവസായങ്ങളെ സംരക്ഷിക്കുക, ഈ വിദേശ രാജ്യങ്ങളിലുള്ള മത്സരങ്ങളിൽ നിന്ന് സ്വന്തം നാട്ടിലെ വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ വിദേശ സാധനങ്ങൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഉയർന്ന താരിഫ്സും അതുപോലെ തന്നെ കർശനമായ ഇറക്കുമതി നിയന്ത്രണങ്ങളും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹൈ ആയി. നാട്ടിലെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ നാട്ടിലെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വർദ്ധിക്കാൻ തുടങ്ങി. ഇതെല്ലാം കൺട്രോൾ ചെയ്തപ്പോൾ അത് വർദ്ധിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇനി എക്കണോമിക് നാഷണലിസം എന്താണെന്നാണ് പറയുന്നത്. സാമ്പത്തിക ദേശീയത. മെർക്കന്റിലിസം ഫോസ്റ്റേർഡ് എ സെൻസ് ഓഫ് എക്കണോമിക് നാഷണലിസം വിത്ത് ദ ഗോൾ ഓഫ് എൻഹാൻസിങ് എ നേഷൻസ് എക്കണോമിക് പവർ ആൻഡ് സെൽഫ് സഫിഷ്യൻസി. അപ്പം എക്കണോമിക് നാഷണലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തിയും സ്വയം പര്യാപ്തതയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമ്പത്തിക ദേശീയ ഈ നയം വളർത്തിയെടുത്തു. അപ്പോൾ എന്താണ്, ഓരോ രാജ്യത്തിൻ്റെയും സാമ്പത്തിക ശക്തി അല്ലെങ്കിൽ എക്കണോമിക് പവർ, നേഷൻസ് എക്കണോമിക് പവറും അതുപോലെ തന്നെ സെൽഫ് സഫിഷ്യൻസിയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവരുന്ന ഒരു ഇതായിരുന്നു കണ്ടിരുന്ന ഒരു സവിശേഷതയാണ് മെർക്കന്റിലിസത്തിൻ്റെ ഒരു സവിശേഷതയാണ് എക്കണോമിക് നാഷണലിസം അല്ലെങ്കിൽ സാമ്പത്തിക ദേശീയത എന്ന് പറഞ്ഞ് ഈ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നേഷൻസ് എക്കണോമിക് പവറും സെൽഫ് സഫിഷ്യൻസിയും എൻഹാൻസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് ഈ നയം വളർത്തിയെടുത്തതെന്നാണ് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് എക്കണോമിക് റെഗുലേഷൻസ്. Mercantilism involved extensive regulation and control over economic activities. അപ്പോൾ എന്താണ്, സാമ്പത്തിക നിയന്ത്രണം, അതാണ് എക്കണോമിക് റെഗുലേഷൻ എന്ന് പറയുന്നത്. രാജ്യത്തെ എല്ലാ സാമ്പത്തിക ഇടപാടുകളിലും ഉൽപ്പാദനത്തിലും സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള ഇടപെടലുകളും നിയന്ത്രണങ്ങളും ഈ നയത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ എക്കണോമിക് റെഗുലേഷൻസിൽ എന്താണ് പറയുന്നത്, ഈ രാജ്യത്തെ എല്ലാ സാമ്പത്തിക ഇടപാടുകളിലാകട്ടെ ഉൽപ്പാദനത്തിലാകട്ടെ സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള ഇടപെടലുകളും നിയന്ത്രണങ്ങളും ഒക്കെ ഈ നയത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഗവൺമെൻറ്റ്സ് ഇഷ്യൂഡ് ചാർട്ടേഴ്സ് ആൻഡ് മോണോപോളീസ്, കൺട്രോൾ പ്രൈസസ്, റെഗുലേറ്റഡ് പ്രൊഡക്ഷൻ പ്രോസസ്സസ് ആൻഡ് എൻഫോഴ്സ്ഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്നതിനായിട്ട് സർക്കാർ പ്രത്യേക അനുമതി പത്രങ്ങൾ അല്ലെങ്കിൽ ചാർട്ടേഴ്സും അതുപോലെ തന്നെ മോണോപോളിസ് കുത്തകാവകാശങ്ങളും ഒക്കെ നൽകിയിരുന്നു. കൂടാതെ സാധനങ്ങളുടെ വില നിശ്ചയിക്കുക, അതുപോലെ തന്നെ ഉൽപ്പാദന രീതികൾ നിയന്ത്രിക്കുക, ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കർശനമായും പരിശോധിക്കുക എന്നിവയൊക്കെ സർക്കാരിൻ്റെ ചുമതലകളാണ്. അപ്പം സർക്കാരിൻ്റെ ഇടപെടലുകൾ എവിടെയൊക്കെയാണ് വന്നത്, ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നത് സർക്കാർ പ്രത്യേക അനുമതി പത്രങ്ങളൊക്കെ തരണം, അതായത് ചാർട്ടേഴ്സ് തരണം, മോണോപോളീസ് തരണം. ഇപ്പോൾ ഒന്നുകൂടെ പറയാം. അപ്പോൾ ഗവൺമെൻറ്റ്സ് എന്ത് ചെയ്യണം, ചാർട്ടേഴ്സും മോണോപോളീസും കൺട്രോൾ പ്രൈസസും റെഗുലേറ്റഡ് പ്രൊഡക്ഷൻ പ്രോസസ്സും ഒക്കെ ഇഷ്യൂ ചെയ്യണം. അതുപോലെ തന്നെ ഇതിനെല്ലാം ഈ ബിസിനസ്സിൽ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ എന്തായിരിക്കണം, ഗുഡ് ക്വാളിറ്റീസ് ഉണ്ടോ എന്നും നന്നായിട്ട് ചെക്ക് ചെയ്യണം. അതൊക്കെയാണ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇടപെടലുകളെന്ന് പറയുന്നത്. അടുത്തത് ക്രിറ്റിസിസം ഓഫ് മെർക്കന്റിലിസമാണ്. മെർക്കന്റിലിസത്തിൻ്റെ പോരായ്മകളാണ് അല്ലെങ്കിൽ വിമർശനങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇൻഎഫക്റ്റീവ്നെസ് ആൻഡ് കറപ്ഷൻ. ദ എക്സ്റ്റെൻസീവ് ഗവൺമെൻറ് റെഗുലേഷൻ ആൻഡ് മോണോപോളീസ് ഫ്രീക്വൻ്റ്ലി റിസൾട്ടഡ് ഇൻ ഇൻഎഫിഷ്യൻസി ആൻഡ് കറപ്ഷൻ. Mercantilism, monopolistic strategies frequently impeded
ഓപ്പൺ ട്രേഡ് ആൻഡ് ഫെയർ കോമ്പറ്റീഷൻ. അപ്പോൾ എന്താണ് ഇൻഎഫക്റ്റീവ്നെസ് ആൻഡ് കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അപര്യാപ്തതയും അഴിമതിയും. അതായത് സർക്കാരിൻ്റെ അമിതമായ നിയന്ത്രണങ്ങളും കുത്തകാവകാശങ്ങളും പലപ്പോഴും കാര്യക്ഷമത ഇല്ലായ്മയിലേക്കും വലിയ രീതിയിലുള്ള അഴിമതിയിലേക്കും ഒക്കെ നയിച്ചിട്ടുണ്ട്. അതായത് എന്താണ് അമിതമായിട്ടുള്ള നിയന്ത്രണങ്ങളും കുത്തകാവകാശങ്ങളും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യും, അതൊരു പരാജയമായി തീരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അഴിമതിയിലേക്കൊക്കെ ഇൻഎഫിഷ്യൻസിയിലും കറപ്ഷൻസിലൊക്കെ കാരണമായിട്ട് മാറി. അതുപോലെ തന്നെ വ്യാപാര തടസ്സങ്ങളുണ്ടായി. അതെങ്ങനെ മെർക്കന്റിലിസത്തിൻ്റെ കുത്തക നയങ്ങൾ സ്വതന്ത്രമായ കച്ചവടത്തെയും അല്ലെങ്കിൽ ഓപ്പൺ ട്രേഡിനെയും വിപണിയിലെ ആരോഗ്യകരമായ മത്സരത്തെയും ഫെയർ കോമ്പറ്റീഷനും പലപ്പോഴും തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വ്യാപാര തടസ്സങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായത്? ഈ മെർക്കന്റിലിസത്തിൻ്റെ കുത്തക നയങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ മോണോപോളിസ്റ്റിക് സ്ട്രാറ്റജീസ് ഒക്കെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കുത്തക നയങ്ങൾ സ്വതന്ത്രമായ കച്ചവടത്തെ, കുത്തക നയങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ഓപ്പൺ ട്രേഡിനെയും അതുപോലെ തന്നെ ഫെയർ കോമ്പറ്റീഷനൊക്കെ എന്ത് ചെയ്യുന്നു, ഈ തടസ്സപ്പെടുത്താൻ മെർക്കന്റിലിസത്തിൻ്റെ ഈ മോണോപോളിസ്റ്റിക് സ്ട്രാറ്റജീസും എന്ത് തടസ്സപ്പെടുത്തി, ഓപ്പൺ ട്രേഡിനെയും ഫെയർ കോമ്പറ്റീഷനെയും എന്ത് ചെയ്യുന്നു, തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത നമ്മൾ പറയുന്നത് വയലേഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. Mercantilism led to human rights violations such as slavery and an unjust trade framework. The pursuit of wealth often disregarded considerations of human rights and fairness. അപ്പോൾ എന്താണ് ഈ വയലേഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ടായി. അത് എന്ത് ചെയ്യുന്നു, സമ്പത്തുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലെ മനുഷ്യാവകാശങ്ങളും നീതിയും പലപ്പോഴും അവഗണിക്കപ്പെട്ടു. ഇത് അടിമത്തം, അനീതിയേറിയ വ്യാപാര രീതികളൊക്കെ കാരണമായിട്ട് മാറി. അപ്പോൾ എന്താണ് സമ്പത്ത് ഉണ്ടാക്കാനുള്ള ആ ഒരു നെട്ടോട്ടത്തിൽ എന്താണ് പറ്റിയത്? അവിടെ മനുഷ്യാവകാശങ്ങളും നീതിയും എന്ത് ചെയ്യുന്നു, അവഗണിക്കപ്പെട്ടു. അതുപോലെ തന്നെ എന്താണ് ഹ്യൂമൻ റൈറ്റ്സും അതുപോലെ തന്നെ ഫെയർനെസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഡിസ്റിഗാർഡ് ചെയ്യപ്പെട്ടു. അടിമത്തം, അനീതിയേറിയ വ്യാപാര രീതികളൊക്കെ കാരണം എന്ത് പറ്റി? ഇതെല്ലാം എന്ത് ചെയ്യുന്നു, അവഗണിക്കപ്പെടാൻ അല്ലെങ്കിൽ ഒരു അഴിമതിയിലേക്ക് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ലംഘനത്തിലേക്ക് എത്താൻ കാരണമായി. കൊളോണിയൽ സ്ട്രഗിൾസ്. Colonies experienced inflation and heavy taxation, leading to considerable hardship. The economic exploitation of colonies under mercantilism exacerbated their economic difficulties. അപ്പോൾ പറയുന്നത് കോളനികളിലെ ദുരിതങ്ങളാണ് പറയുന്നത്. കൊളോണിയൽ സ്ട്രഗിൾസ് ഉണ്ടായി. എങ്ങനെയാണ്? മെർക്കന്റിലിസം മൂലമുണ്ടായ സാമ്പത്തിക ചൂഷണം, സാമ്പത്തിക ചൂഷണം ഉണ്ടായി. അതുപോലെ തന്നെ കോളനികളിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യുന്നു, വർദ്ധിച്ചു വന്നു. ഉയർന്ന വിലക്കയറ്റം, ഇൻഫ്ലേഷൻസ്, കടുത്ത നികുതികളൊക്കെ കാരണം വലിയ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ എന്ത് ചെയ്യുന്നു, അനുഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കോളനികളിലെ ദുരിതങ്ങൾ അല്ലെങ്കിൽ കൊളോണിയൽ സ്ട്രഗിൾസ് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു? ഹെവി ടാക്സേഷന്, അതുപോലെ തന്നെ ഇൻഫ്ലേഷനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. ഇതെന്തിലേക്ക് കാരണമായി? ഹാർഡ്ഷിപ്പിലേക്ക്, കൺസിഡറബിൾ ഹാർഡ്ഷിപ്പ് ജനങ്ങളുടെ ബുദ്ധിമുട്ടിലേക്ക് കാരണമായി. അതുപോലെ തന്നെ കടുത്ത നികുതികൾ മാത്രമല്ല മെർക്കന്റിലിസം മൂലം ഉണ്ടായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണമൊക്കെ കാരണം എന്ത് ചെയ്യുന്നു, കൂടുതൽ ബുദ്ധിമുട്ടുകൾ, എക്കണോമിക് ഡിഫിക്കൽട്ടീസ് എന്ത് ചെയ്തു, ഉണ്ടായിട്ടുണ്ട് ഈ മെർക്കന്റിലിസത്തിലൂടെ എന്നാണ് ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് ഫേമസ് മെർക്കന്റിലിസ്റ്റ് തിങ്കേഴ്സ് ആണ്. ഫേമസ് മെർക്കന്റിലിസ്റ്റ് തിങ്കേഴ്സ്. തോമസ് മുൻ, England, advocated that exports imports to accumulate wealth. അപ്പോൾ എന്താണ് പറയുന്നത്? അപ്പോൾ advocated that exports greater than imports to accumulated wealth. അപ്പോൾ എന്താണ് പറയുന്നത്? തോമസ് മുൻ, ഇംഗ്ലണ്ട്. അപ്പം സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇറക്കുമതിയേക്കാൾ കൂടുതൽ കയറ്റുമതി ചെയ്യണമെന്ന്, എക്സ്പോർട്സ് ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട്സ് എന്ന് ഇദ്ദേഹം വാദിച്ചു. അതാണ് തോമസ് മുൻ എന്ന് പറയുന്നത്. തോമസ് മുന്നാണ് പറഞ്ഞത്, ഇംഗ്ലണ്ടുകാരനാണ്. അദ്ദേഹം പറഞ്ഞ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇറക്കുമതിയേക്കാൾ കൂടുതൽ കയറ്റുമതി ചെയ്താൽ മതി. അപ്പം ഇറക്കുമതിയേക്കാളും കൂടുതൽ കയറ്റുമതി ചെയ്താൽ എന്ത് ചെയ്യും? സമ്പത്ത് വർദ്ധിപ്പിക്കാമെന്ന് വാദിച്ച ആളാണ് ആര്? തോമസ് മുൻ, ഇംഗ്ലണ്ടുകാരൻ. അടുത്തത് ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട്, ഫ്രാൻസ്. Strengthened industry and state control during Louis
ഓക്കെ. ലൂയി 1440s റെയിൻ. അപ്പോൾ എന്താ പറയുന്നത്, ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട് എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ തിങ്കറാണ്, ഒരു മെർക്കൻറ്റിസ്റ്റ് തിങ്കർ, ഫേമസ് മെർക്കൻറ്റിസ്റ്റ് തിങ്കറാണ്. അപ്പോൾ അദ്ദേഹം ഫ്രാൻസുകാരനാണ്. അദ്ദേഹം പറഞ്ഞു ലൂയി 14 രാജാവിൻ്റെ അല്ലെങ്കിൽ ലൂയിസ് 14 രാജാവിൻ്റെ ഭരണകാലത്ത് വ്യവസായങ്ങളും വ്യാപാരത്തിന്മേലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും എന്ത് ചെയ്യുന്നു, ഇദ്ദേഹം ശക്തമാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ലൂയി 14 കാലഘട്ടത്തിലുള്ള വ്യവസായങ്ങളെയും അതുപോലെ വ്യാപാരത്തിന്മേലുള്ള സർക്കാർ നിയന്ത്രണങ്ങളെയും ആര് ശക്തമാക്കിയിട്ടുണ്ട്, ഈ ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട് അല്ലെങ്കിൽ ഈ ഫ്രാൻസുകാരനായിട്ടുള്ള തിങ്കറാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് അന്റോണിയോ സെറയാണ്, ഇറ്റലിയാണ്. ഏർലി സപ്പോർട്ടർ ഓഫ് റെഗുലേറ്റഡ് ട്രേഡ് ആൻഡ് അർബൻ എക്കണോമി. അപ്പോൾ എന്താണ്, നിയന്ത്രിത വ്യാപാരത്തെയും അതുപോലെ നഗര സമ്പദ് വ്യവസ്ഥയും ആദ്യകാലങ്ങളിൽ പിന്തുണച്ച വ്യക്തികളുള്ള ആളായിരുന്നു ഈ ആന്റോണിയോ സെറ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഏർലി സപ്പോർട്ടർ ഓഫ് എന്താണ്, ആദ്യകാലങ്ങളിൽ എന്തിനെ, നിയന്ത്രിത വ്യാപാരത്തെയും റെഗുലേറ്റഡ് ട്രേഡിനെയും അർബൻ എക്കണോമിയൊക്കെ ആദ്യകാലങ്ങളിൽ പിന്തുണച്ച ഒരു വ്യക്തിയായിരുന്നു ആര്, ആന്റോണിയോ സെറ എന്ന് പറയുന്നത്. അദ്ദേഹം ഇറ്റലിക്കാരനാണ്. അപ്പോൾ തോമസ് മൺ പറഞ്ഞ എന്താണ്, ഇംഗ്ലണ്ടുകാരനാണ്. അദ്ദേഹം പറഞ്ഞത് ഇമ്പോർട്ട്സിനേക്കാളും കൂടുതൽ എക്സ്പോർട്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തിനെ എന്ത് ചെയ്യാം, അക്കുമുലേറ്റ് ചെയ്യാം. ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട് എന്ന് പറയുന്നത് ലൂയി 14 കാലഘട്ടത്തിൽ സ്റ്റേറ്റിനെ എന്ത് ചെയ്തു, ഇൻഡസ്ട്രിയെ സ്ട്രെങ്ത് ചെയ്തു. അതുപോലെ തന്നെ സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്ത് ആരായിരുന്നു, ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട് എന്ന് പറയുന്നത് ഫ്രാൻസുകാരൻ. അതുപോലെ തന്നെ റെഗുലേറ്റഡ് ട്രേഡിനെയും അർബൻ എക്കണോമിയെയും ആദ്യകാലങ്ങളിൽ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു ആന്റോണിയോ സെറ. ഇറ്റലിക്കാരനായ തിങ്കറാണ്, മെർക്കൻറ്റിസ്റ്റ് തിങ്കറായിരുന്നു. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് എന്താണ്, മെർക്കൻറ്റിലിസം എന്ന് പറയുന്നതിൻ്റെ സമ്മറിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം മെർക്കൻറ്റിലിസത്തിൻ്റെ സമ്മറി. Mercantilism played a central role in shaping the economic and colonial policies of early modern European powers. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, യൂറോപ്യൻ നയങ്ങൾ, ആദ്യകാല യൂറോപ്യൻ ശക്തികളുടെ സാമ്പത്തിക അല്ലെങ്കിൽ കോളനി നയങ്ങൾ രൂപീകരിക്കുന്നതിൽ മെർക്കൻറ്റിലിസം പ്രധാന പങ്കുവഹിച്ചു. അപ്പം മെർക്കൻറ്റിലിസം പ്രധാന പങ്കുവഹിച്ചത് എവിടേക്കാണ്, കോളനി നയങ്ങൾ അല്ലെങ്കിൽ എന്താണ്, ആധുനിക യൂറോപ്യൻ ശക്തികളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ അതുപോലെ കോളനി നയത്തിലൊക്കെ എന്ത് ചെയ്യും, മെർക്കൻറ്റിലിസം പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. While it helped in the rise of nation states and global trade networks, it also fostered colonial exploitation, monopolies and protectionism. അപ്പോൾ എന്താണ് പറയുന്നത്, നമ്മൾ പറയുന്നത് നല്ല വശവും ദോഷങ്ങളുമാണ് പറയുന്നത്. നല്ല വശങ്ങളും ദോഷങ്ങളുമാണ് പറയുന്നത്. ഇത് പുതിയൊരു സ്വതന്ത്ര രാജ്യങ്ങൾ അല്ലെങ്കിൽ നേഷൻ സ്റ്റേറ്റ് രൂപപ്പെടുന്നതിനും ആഗോള വ്യാപാര ശൃംഖലകൾ വളരുന്നതിനും സഹായിച്ചു. അപ്പോൾ ഇതെന്താണ്, പുതിയ നേഷൻ സ്റ്റേറ്റ്സ് ഉണ്ടാകുന്നതിനും അല്ലെങ്കിൽ ഗ്ലോബൽ ട്രേഡ് വർക്ക്സ് എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നതിനും എന്ത് ചെയ്തു, സഹായിച്ചു. എന്നാൽ അതോടൊപ്പം തന്നെ എന്താണ്, കോളനി ചൂഷണം, വിപണിയിലെ കുത്തകകൾ, അതുപോലെ തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിനൊക്കെ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല വശവും ഉണ്ട്, ദോഷവശങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിന് നല്ല വശം എന്ന് പറയുന്നത് പുതിയ രാജ്യങ്ങൾ രൂപപ്പെടാനും ഗ്ലോബൽ ട്രേഡ് നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ആഗോള വ്യാപാര ശൃംഖല വളരാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട് ഈ മെർക്കൻറ്റിലിസം. പക്ഷേ അതോടൊപ്പം തന്നെ കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷനും പ്രൊട്ടക്ഷനിസം അതുപോലെ തന്നെ മോണോപോളീസ് ഇതെല്ലാം എന്ത് ചെയ്തു, കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലതും ഉണ്ട് സംഭവിച്ചിട്ടുണ്ട്, ദോഷവും സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. ഇറ്റ്സ് റിജിഡ് സ്ട്രക്ചർ ഇവൻച്വലി gave way to liberal economic ideas like free trade and capitalism, but its impact remained significant in triggering revolutions, shaping imperial ambitions and influencing the early global economy. അപ്പോൾ എന്താ പറയുന്നത്, ഇതിൻ്റെ മാറ്റങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ കഠിനമായ നിയമങ്ങൾ കാരണം ഇതിൻ്റെ കഠിനമായ ഒരു നിയമങ്ങൾ കാരണം പിന്നീട് ആളുകൾ സ്വതന്ത്ര വ്യാപാരം അല്ലെങ്കിൽ ഫ്രീ ട്രേഡ്, മുതലാളിത്തം തുടങ്ങിയ അല്ലെങ്കിൽ ക്യാപിറ്റലിസം തുടങ്ങിയ പുതിയ ആശയങ്ങളിലേക്ക് മാറി. എങ്കിലും വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നതിലും ആഗോള സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കുന്നതിലും ഈ നയം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഇത് കഠിനമായ നിയമങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതുപോലെ ആളുകളപ്പോൾ എന്ത് ചെയ്തു, ഫ്രീ ട്രേഡും ക്യാപിറ്റലിസവും ഒക്കെ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള ആശയങ്ങളിലേക്ക് മാറുകയും പക്ഷേ എന്ത് ചെയ്യും, വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നതിൽ, ട്രിഗറിങ് റെവല്യൂഷൻസ് ഉണ്ടാക്കുന്നതിലും അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയും ആഗോള സമ്പദ് വ്യവസ്ഥയെ എന്ത് ചെയ്യുന്നു, മാറ്റിമറിക്കുന്നതിലും അല്ലെങ്കിൽ ഏർലി ഗ്ലോബൽ എക്കോണമി എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നയം എന്ത് ചെയ്യും, വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്.
അപ്പോൾ ഇത്രയുമാണ് മെർക്കൻറ്റലിസത്തിൻ്റെ എന്തെന്ന് പറയുന്നത് ഒരു സമ്മറി എന്ന് പറയുന്നത്.